ഹോളണ്ടിലൊക്കെ ഇരുന്ന് മെസ്സേജ് അയക്കും. മുരുകൻ കാട്ടാക്കട ആ പഴയ പാടം ഒന്ന് പാടാമോ, ആ പഴയ അമ്മ എന്നൊരു പാട്ട് പാടാമോ? പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിക്കും. അപ്പോൾ ആ മൈക്കും കിട്ടിയാൽ മൈക്ക് നമ്മുടെ സർഗവേദിയിലെ മൈക്ക് കൂടി, സർഗവേദിയിലെ മൈക്കിലാണ് നമ്മുടെ പെർഫോമൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു വാർത്ത കൂടി വരുന്നത്, ആ വാർത്തയിലേക്ക് പോകണം. പ്രൊഡ്യൂസർ നമുക്കൊപ്പം ചേരും. അതിനു മുമ്പ് ഒരു പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് അമ്മേ അമ്മേ നെരിപ്പോടു പോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ, നിന്റെ ദുഃഖത്തെ കുറിച്ചുള്ള ദുഃഖം. ഒട്ടിയ വയറുമായി നീ പണ്ടു കണ്ട സ്വപ്നത്തിലേക്ക് എനിക്കെത്ര ദൂരം. വയസ്സായിടുന്നെനിക്കമ്മേ, നീ പണ്ടു കൂനി നടന്നൊരാ കാലത്തിൽ ഞാനെത്തുന്നു. നീ തന്ന കൂനാത്ത നട്ടല്ലുമാ, നീ പണ്ടു കൂനി നടന്നൊരാ കാലത്തിൽ ഞാനെത്തുന്നു. നീ തന്ന കൂനാത്ത നട്ടല്ലുമാ. കല്ലു ചുമക്കുവാൻ പോകും ഞാൻ എന്നന്നു ചൊല്ലിയപ്പോൾ, തല്ലുവാൻ കമ്പു തെരഞ്ഞു നീ പോയതോർക്കുന്നു ഞാൻ. മണ്ണെണ്ണ തീർന്ന് വിളക്ക് കെടും വരെ പഞ്ചാരയില്ല കടും ചായയാണമ്മ. മണ്ണെണ്ണ തീർന്ന് വിളക്കു കെടും വരെ പഞ്ചാരയില്ല കടും ചായയാണമ്മ. മുന്നിൽ നിവർന്ന പാഠപുസ്തകമമ്മേ നീ എന്നു വായിച്ചു തീർക്കും ഞാൻ അറിയില്ല. സൂപ്പർ പെർഫോമൻസ്. മുരുകൻ കാട്ടാക്കട വളരെ നന്നായി എന്ന്. ചാലക്കുടി സഹീർ മനുഷ്യനാകണം കൂടി എന്ന പാട്ട് പാടണം എന്ന് പറയുന്നു, രേണുക പാടണം എന്ന് പറയുന്നു. ഇന്ന് വിടാൻ ഉദ്ദേശമില്ല, പ്രേക്ഷകരെല്ലാവരും ഉണ്ട്. അത് താങ്കൾക്കും വരുന്നുണ്ട്. ശ്രീ പന്തളം ബാലൻ്റെ കൂടി ഒരു പാട്ട് കൂടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രേക്ഷകർ വരുന്നുണ്ട്. 21,000 പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം യൂട്യൂബിൽ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മുരുകൻ കാട്ടാക്കടയുടെയും പന്തളം ബാലൻ്റെയും ശ്രീ ജോബിയുടെയൊക്കെ ആരാധകരുണ്ട്. ഒപ്പം ഈ കലോത്സവത്തിലെ വാർത്തകൾ കൂടി കാണാനിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഇനി പന്തളം ബാലൻ്റെ ഒരു പാട്ട്, അതിനുശേഷം മുരുകൻ കാട്ടാക്കടയുടെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കവിത ചൊല്ലും. ഒരേ ഒരു ഓഫർ, ഒരു കവിതയും കൂടെ അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിക്കും.